വയനാട് മഹാദുരന്തം നടന്ന 2 വർഷമാകുകയാണ്. ഈ സമയത്തും അവിടെ പുനരധിവാസം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരം. 6 മാസം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിലും 400 വീടുകളിൽ കേവലം 178 വീടുകൾ മാത്രമാണ് പൂർത്തിയായത്. രണ്ടാം ഘട്ടത്തിലെ 157 വീടുകളുടെ നിർമ്മാണം ഇഴഞ്ഞ് നീങ്ങുകയുമാണ്. ജനം ബ്രേക്കിംഗ് ആദ്യം ആ റിപ്പോർട്ടിലേക്ക്, പിന്നീട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തേടാം. അതെ, തീർച്ചയായും. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട് ഉടുതുണി മാത്രമായി രക്ഷപ്പെട്ടവർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ്. ആദ്യഘട്ടം പൂർത്തിയായി. പക്ഷേ രണ്ടാം ഘട്ടത്തിന്റെ അവസ്ഥ എന്താണ്? ഞങ്ങൾക്ക് മൊത്തത്തിൽ ആ ഉരുൾപൊട്ടിയ ശേഷം മാനസികമായിട്ട് വിഷമത്തിലാണ്. അതാരോടും നമ്മളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മനസ്സിൻ്റെ ഉള്ളിൽ മാനസികമായിട്ടുള്ള വേദന. കാരണം ഒരുമിച്ച് കളിച്ച് വളർന്നവർ മരിച്ചു, അമ്മ മരിച്ചു, അതുപോലെ അനിയത്തി മരിച്ചു. ഞങ്ങളെ പ്രദേശം ഒരു നാട് പോയി, നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർ പോയി, അവരെ മക്കൾ പോയി. അങ്ങനെ ഒരുപാട് മാനസികമായിട്ട് അവസ്ഥ. പിന്നെ ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന ഒരു വശത്ത്, ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ പടുത്തുയർത്തുമെന്ന ആശങ്ക മറുവശത്ത്. വയനാട്ടിലെ മഹാദുരന്തത്തെ അതിജീവിച്ച ഓരോരുത്തരും ഇന്നും കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അഗ്നിപരീക്ഷയിലൂടെയാണ്. സ്വന്തം വീട് നഷ്ടമായതോടെ കഴിഞ്ഞ 2 വർഷമായി വാടക വീടുകളിലാണ് ഇവരുടെ ജീവിതം. സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്നം ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. 6 മാസം പറഞ്ഞ് പിന്നെ 1 കൊല്ലമായി, പിന്നെ 1.5 കൊല്ലമായി. 1.5 കൊല്ലമായപ്പോൾ 178 വീട് കൊടുത്ത് 1 കൊല്ലവും 8 മാസം കഴിയുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് വീട്. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ കൊടുത്തിട്ട് വീട്. അപ്പോൾ അവരിപ്പോൾ 178 വീട്, അതിലൊരു 160, 165 ആൾ താമസിച്ചു. ഇപ്പോൾ അത്യാവശ്യം താമസിച്ചു. ബാക്കിയുള്ള വീടുകൾ പണി സെപ്റ്റംബർ തരുന്നതാണ് അവർ ഉറപ്പ് പറയുന്നത്. പണിക്കാർ കുറവാണ്. കഴിഞ്ഞ ഇലക്ഷനൊക്കെ പോയിട്ട് പണിക്കാർ വന്നിട്ടില്ല. ദുരന്തത്തിൽ വീട് നഷ്ടമായ എല്ലാവർക്കും മാസങ്ങൾക്കുള്ളിൽ പുതിയ വീട് കൈമാറുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ പ്രഖ്യാപിച്ച 400 വീടിൽ ആദ്യഘട്ട പട്ടികയിലുണ്ടായിരുന്ന 178 വീടുകൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. രണ്ടാം ഘട്ടത്തിലെ 157 വീടുകളുടെ നിർമ്മാണം 2 വർഷം പിന്നിടുമ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. രണ്ടു മാസത്തിനുള്ളിൽ ഈ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. എന്നാൽ അതെങ്ങനെ യാഥാർത്ഥ്യമാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ പകുതി പോലും ഇപ്പോൾ നിർമ്മാണ സ്ഥലങ്ങളിലില്ല. സ്വന്തം വീടെന്ന സ്വപ്നത്തിനായി ഓരോ ദിവസവും കാത്തിരിക്കുന്ന ദുരന്തബാധിതരുടെ പ്രതീക്ഷ ഇന്നും തുലാസിലാണ്. പറഞ്ഞ സമയത്ത് തന്നെ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം. അല്ല എങ്കിൽ അത് ദുരിതബാധിതരോട് കാണിക്കുന്ന കടുത്ത അവഗണനയും അനാസ്ഥയുമാകും. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, വയനാട്. ഈ ദുരന്തം നടന്നിട്ട് 2 വർഷമാകുന്നു. അതിൽ 400 വീടുകളാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. പക്ഷേ 178 വീടുകൾ കൊണ്ട് അവരങ്ങ് മതിയാക്കി എന്നുള്ളതാണ്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു അന്ന് ആ സംഭവ സ്ഥലത്തെത്തി. അതിനുശേഷം അന്ന് ഇന്നത്തെ ഭരണപക്ഷമായ പ്രതിപക്ഷവും കുറെ വാഗ്ദാനങ്ങൾ നൽകി. ഇതിന്റെ പേരിൽ എത്ര ഫണ്ടാണ് മുക്കിയത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടൊക്കെ ഫണ്ട് മുക്കിയ വാർത്തയൊക്കെ. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരും എല്ലാവരും ഈ വിഷയത്തിൽ ഒത്തൊരുമയോടെ നിന്നു പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം പിരിവിലായിരുന്നു ഒത്തൊരുമ. പിരിവിലും തട്ടിപ്പിലായിരുന്നു ഒത്തൊരുമ. എന്തായാലും നമുക്ക് അരുൺ കൊടുങ്ങൂരിനോട് തന്നെ ചോദിക്കാം. അരുൺ, വലിയ സങ്കടമുണ്ട് അരുൺ. കാരണം 2 വർഷമാകുന്നു. ഇന്നും ആ വയനാട് ഒരു ദുരന്ത മുനമ്പിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നതേയുള്ളൂ. ആ സമയത്തും ഈ 2 വർഷം കഴിഞ്ഞപ്പോഴും നമ്മൾ ആ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 400 വീടുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നിട്ട് 178 ആയപ്പോൾ അവരങ്ങ് നിർത്തി. ആ 178 വീടുകളുടെ അവസ്ഥ എന്താണ് എന്നത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും എന്താണ് അരുൺ, ആ ഭൂമിയിലേക്ക് വീണ്ടും എത്തുമ്പോൾ, അവിടുത്തെ ആ മനുഷ്യരെ വീണ്ടും കാണുമ്പോൾ, ആ ഒരു വീണ്ടും അവിടെ അടിക്കടി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സാഹചര്യത്തെ വീണ്ടും വിലയിരുത്തേണ്ടി വരുന്നത്?
ഞാൻ ഈ വാർത്തയിൽ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് ചില കാര്യങ്ങളെ നമുക്ക് വിശദീകരിക്കാനാകില്ല. അത്രത്തോളമുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ള ഓരോ ആളുകളുടെയും ജീവിതം. ആ വിജയേട്ടൻ്റെ വാക്കുകളിൽ അത് വ്യക്തമാണ്. സ്വന്തം കൂടപ്പറപ്പിനെ നഷ്ടപ്പെട്ട് ആ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അത്ര വലിയ സങ്കടമാണ്. ഒരു ദുരന്ത ഭൂമി എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഈ പ്രദേശത്തെ നമുക്ക് വിളിക്കേണ്ടി വരും. കാരണം അവിടുത്തെ ജനതയുടെ ആ ഒരു മനസ്സ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അതിൽ നിന്നും അവർക്ക് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ജൂലൈ 29 ആകുമ്പോൾ 2 വർഷം തികയുകയാണ്. ഈ 2 വർഷമാകുമ്പോൾ പോലും കൃത്യമായ ഒരു പുനരധിവാസം അത് എത്രത്തോളമായി എന്നുള്ളതായിരുന്നു നമ്മൾ നടത്തിയ ഒരു അന്വേഷണം. ഈ അന്വേഷണത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നത്. അന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞു മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 6 മാസങ്ങൾക്കുള്ളിൽ ഈ ദുരന്ത ബാധിതരെ അല്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെട്ട ഈ ജനതയുടെ പുനരധിവാസം പൂർത്തിയാക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞ വാഗ്ദാനം. പക്ഷെ അത് നീണ്ടുപോയി. 6 മാസം കഴിഞ്ഞു, 1 വർഷമായി, 1.5 വർഷമാകുന്നു, ഇപ്പോൾ 2 വർഷത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പോഴും ആ പുനരധിവാസം എന്നത് പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അവിടെ പോയിരുന്നു, ആ വീടുകളൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു. ഇപ്പോഴും 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിപ്പോഴും 2ാം ഘട്ടത്തിലുള്ള വീടുകളുടെ പണി അത് പാതി അവസ്ഥയിൽ മാത്രമാണ് എത്തിയിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള പൂർത്തീകരിക്കാനുള്ള സാധ്യതയും നിലവിലില്ല. അല്ലെങ്കിൽ ഇനിയും ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തി, കൃത്യമായ ഒരു ഇടപെടൽ നടത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത് ആ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഒരു അവസ്ഥയാണ്. വാടക സർക്കാർ കൊടുക്കുന്നുവെങ്കിൽ പോലും ആ വാടക തുക പലർക്കും അപര്യാപ്തമാണ്. സ്വന്തമായി തൊഴിലിന് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് ഇപ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ചൂരൽമല അടക്കമുള്ള പ്രദേശത്തെ ആളുകൾ, ഈ ദുരന്തത്തെ അഭിമുഖീകരിച്ച ആളുകൾ, ദുരന്തത്തിൽ നിന്നും തരനാഴിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട ആളുകളൊക്കെ തന്നെ അത്ര വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതിലും ആ ഒരു പ്രശ്നത്തിന് അടിയന്തരമായുള്ള ഒരു പരിഹാരം കാണണം. ഇനി 2ാം ഘട്ടം മാത്രമാണ് എത്തിയിരിക്കുന്നത്. 3ാം ഘട്ടത്തിൽ 62 വീടുകൾ കൂടി നൽകണം. എങ്കിൽ മാത്രമേ വയനാട് പുനരധിവാസം അത് പൂർണ്ണ തോതിലേക്ക് എത്തൂ. പക്ഷേ ഈ 2ാം ഘട്ടം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ 3ാം ഘട്ടത്തിലേക്കുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. ആ പ്രതീക്ഷ കൂടി എന്ന് സ്വന്തം ഒരു ഭവനം, ഇനി സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള ഒരു ആസ്തി ഒരാൾക്കുമില്ല. കാരണം സർവ്വതും ആ ഉരുളെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ആശിച്ചുണ്ടാക്കിയ, രാവും പകലുമില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ, ഉണ്ടാക്കിയ വീട് മുഴുവൻ ഈ ഉരുളെടുത്ത് പോയിരിക്കുകയാണ്. പക്ഷേ ഇവർക്കിനി മുന്നോട്ട് പോകാൻ മറ്റു വഴികളൊന്നുമില്ല. സർക്കാരിൻ്റെ സഹായം മാത്രമാണ് ഇവിടെ ആശ്രയമായുള്ളതെന്നും ടൗൺഷിപ്പ് പദ്ധതി എത്രയും വേഗം നടത്തണം, അല്ലെങ്കിൽ ഈ പുനരധിവാസം എത്രയും വേഗത്തിൽ നടത്തി തങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നുള്ള ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു ആവശ്യമാണ് അവർ സർക്കാരിന് മുന്നോട്ട് വെക്കുന്നത്. രാഖി, അശ്വതി. തീർച്ചയായും അരുൺ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വയനാട് ഈ ദുരന്തം നടന്നിട്ട് 2 വർഷമാകുമ്പോഴും ആ ഒരു സങ്കടക്കടലിൽ നിന്ന് ആ കുടുംബങ്ങൾ ഇപ്പോഴും കരകയറിയിട്ടില്ല. കാരണം അവരുടെ ഉറ്റവരെയാണ് നഷ്ടമായത്. അവരുടെ അവർ ഈ ജീവിതം മുഴുവൻ ചോര നീരാക്കി ഉണ്ടാക്കിയതെല്ലാം ആ മണ്ണിൽ പോയി. പക്ഷെ ഇപ്പോഴും സർക്കാരിനും, അല്ലെങ്കിൽ നമ്മൾ അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള പിരിവുകളൊക്കെ നടത്തി, എന്നിട്ട് അതൊക്കെ അവരുടെ കൈകളിലേക്ക് എത്തിയോ എന്നുള്ളതാണ് ആ ചോദ്യം തന്നെയാണ് ബാക്കി. എന്തായാലും അരുൺ തുടരുക, കാരണം നമുക്ക് ഈ കള്ളാടിയിൽ ഇന്നും തിരച്ചിലൊക്കെയാണ്. ആ റിപ്പോർട്ടിലേക്കൊക്കെ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ വരണം. എന്തായാലും അരുൺ തുടരുക. രാഖി, ഒരു കാര്യം കൂടി ഉണ്ട്. അന്ന് രാഖി ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഈ കേന്ദ്രം ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിൽ പ്രതിപക്ഷവും അന്നത്തെ ഭരണപക്ഷമായ പിണറായി സർക്കാരും വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു, വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നു. പക്ഷേ ഒന്നാലോചിക്കൂ, കേന്ദ്രം തുക നൽകി, പക്ഷേ അതിൽ നിന്ന് പോലും കൃത്യമായ ഒരു രീതിയിൽ പുനരുദ്ധാരണം നടത്താനോ അല്ലെങ്കിൽ വീടുകൾ ക്രമീകരിച്ച് നൽകാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൂടി നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? അതെ, തീർച്ചയായും.